സിനിമാറ്റോഗ്രഫി എന്നുള്ള സംഭവത്തിന് ഫോട്ടോഗ്രാഫി ആയിരുന്നു ഇഷ്ടം. അപ്പം അതായിരിക്കും മേ ബി അങ്ങനെ തന്നെ തിരിഞ്ഞു പോയത്. സിനിമ കണ്ടിഷ്ടപ്പെട്ട് തുടങ്ങിയപ്പം മുതൽ പാരലായിട്ട് ഫോട്ടോഗ്രാഫി, സ്റ്റിൽ ഫോട്ടോഗ്രാഫി തുടങ്ങിയായിരുന്നു. അങ്ങനെ അതിൻ്റെ ഒരു ചാനലിലായിരിക്കും മേ ബി സിനിമാറ്റോഗ്രാഫർ ആവണം എന്നുള്ളൊരു തോട്ട് വന്നത്. ഒരു സിനിമ കാണുമ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ടൈറ്റാനിക് ആദ്യമായിട്ട് തിയേറ്ററിൽ കണ്ടത്. അപ്പോൾ ഉണ്ടായിരുന്ന ആ ഷിപ്പ് ആദ്യമായിട്ട് കാണിക്കുമ്പോൾ ആ ഷോട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള വിഷ്വൽ എക്സ്പീരിയൻസ് തന്നെയാണ് എന്നെയും ഫോട്ടോഗ്രാഫിയിലും ഇൻസ്പയർ ആയതും. ഓരോ ഫോട്ടോസും ഫോളോ ചെയ്യുമ്പോൾ ആ ഒരു വിഷ്വൽ എക്സ്പീരിയൻസിൻ്റെ ഫീലാണ് ആക്ച്വലി എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് തോന്നാൻ കാരണം. ആ എലമെൻ്റ് ആയിരിക്കും മേ ബി ഇങ്ങനെ ഒരു സിനിമാറ്റോഗ്രഫി ലൈനിലേക്കും ഫോട്ടോഗ്രാഫി ലൈനിലേക്കും കുറേ പുഷ് ആവാൻ. ചെറുപ്പം മുതലേ ഉള്ള കാണുന്ന ആ വിഷ്വൽ എക്സ്പീരിയൻസിൻ്റെ ഇമ്പാക്റ്റ് അതായിരിക്കും മേ ബി ഹെൽപ്പ് ചെയ്യുന്നത്. നല്ല സപ്പോർട്ടായിരുന്നു. അച്ഛന് ഇഷ്ടമുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ഞാൻ ഫോട്ടോഗ്രാഫി തുടങ്ങണം, സിനിമ പഠിക്കണം, ഫോട്ടോഗ്രാഫി തുടങ്ങണം എന്ന് പറഞ്ഞ് DSLR ചോദിച്ചപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വാങ്ങിച്ചു തന്നു അപ്പോൾ തന്നെ. അപ്പോൾ അച്ഛന് ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അങ്ങനെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ പഠിക്കാനായിട്ടാണെങ്കിലും സ്കൂളിങ് കഴിഞ്ഞപ്പം എന്നെ വിസ്കോം വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, പിന്നെ അതുപോലെ തന്നെ BSc ഫിലിം ടെക്നോളജി എന്ന് പറഞ്ഞ കോഴ്സ് സെയിം സ്കൂളിൽ തുടങ്ങിയപ്പോൾ അവിടെ കൊണ്ട് ജോയിൻ ചെയ്യിപ്പിച്ചു. അങ്ങനെ എല്ലാ രീതിയിലും ഫാമിലി സപ്പോർട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. അതുകൊണ്ട് ഇതേ സഹായിച്ചു. വേറെ അങ്ങനെ എല്ലാവർക്കും ഉള്ളൊരു കൺസേൺസ് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പൂനെ പോയി പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ അപ്പം ഞാൻ 12th കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു UG കോഴ്സ് നോക്കി. UG കോഴ്സ് എവിടെയും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഫൈനലി അങ്ങനെയാണ് വിസ്കോം എടുത്തത്. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്തത് 3rd month ആയപ്പോഴത്തേക്കും ആ സെയിം കോളേജ്, സെയിം യൂണിവേഴ്സിറ്റി ഫിലിം സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൻ്റെ ഫസ്റ്റ് ബാച്ചിൽ നേരെ ഓടിപ്പോയി ജോയിൻ ചെയ്തു ഒന്നും നോക്കാണ്ട്. അൽഫോൻസ് ചേട്ടൻ തന്നെയാണ് മെൻറ്റർ എന്ന് പറഞ്ഞത്. അപ്പോൾ ടീച്ചർ എന്ന് പറയാൻ പറ്റും. കാരണം ഞാൻ 10th ഒക്കെ കഴിഞ്ഞപ്പോൾ ആ സമയത്ത് അൽഫോൻസ് ചേട്ടനെ മീറ്റ് ചെയ്യുമ്പോൾ അൽഫോൻസ് ചേട്ടനാണ് ഗൈഡ് ചെയ്യുക. ഇങ്ങനെയാണ് സിനിമ എടുക്കുന്നത്, ഇങ്ങനെയുള്ള സിനിമകളുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ജോണറിലുള്ള സിനിമകളുണ്ട്, ഇങ്ങനെയുള്ള സിനിമയുടെ മേക്കിംഗ് ഇങ്ങനെയാണ്, ഇതാണ് ടെക്നിക്കൽ ഡീറ്റെയിൽസ്, ഇങ്ങനെയാണ് സിനിമാറ്റോഗ്രഫി, ഇതാണ് ഷൂട്ടിംഗ് പ്രോസസ്സ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നപ്പം അങ്ങനെയാണ് അൽഫോൻസ് ചേട്ടനായിട്ടുള്ള ഒരു ടീച്ചർ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ബ്രദർ റിലേഷൻഷിപ്പ്. അങ്ങനെ ആ ടീമിൽ എല്ലാവരുമായിട്ട് എല്ലാവരെയും എല്ലാ ദിവസവും കാണുന്നതാണ്. വൈകുന്നേരം ഗോബൂസിൽ ചെല്ലുമ്പോൾ എല്ലാവരും. അപ്പോൾ അങ്ങനെ ഇതൊരു ഗ്രാജുവൽ സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഡിഫറെൻറ്റ് ആൾക്കാരാണെങ്കിൽ എല്ലാവരുടെയും ലൈക്ക്നെസ് ഒന്നാണ്. എല്ലാവർക്കും സിനിമയാണ് ഇഷ്ടം, സിനിമയാണ് ഡിസ്കഷൻ, സിനിമ സംസാരിക്കാൻ. അൽഫോൻസ് ചേട്ടനൊക്കെ സിനിമയെക്കുറിച്ച് മാത്രമേ സംസാരിക്കുള്ളൂ. വേറെ ലോകത്ത് എന്ത് സംഭവിച്ചാലും വേറെ അതിനെക്കുറിച്ചൊന്നുമില്ല. വേറെ സിനിമയെ കുറിച്ചുള്ള ഡിസ്കഷനും കാര്യങ്ങളും മാത്രമാണ്. പിന്നെ അതൊരു ആക്ച്വലി പറയുന്ന പോലെ എനിക്ക് തോന്നുന്നുള്ള ഒരു പർപ്പസ്ഫുൾ ആക്റ്റാണെന്നത്. അതങ്ങനെ സംഭവിക്കുന്നത് ഒരു ഹാപ്പനിങ്ങിൽ എല്ലാം റൈറ്റ് പ്ലേസ് റൈറ്റ് ടൈം എന്ന് സംഭവിക്കുന്ന അങ്ങനെ എനിക്ക് തോന്നുന്നത്. ലൈക്ക് നമ്മളൊരു പർപ്പസ്ഫുള്ളി ഒരു ആക്ടിൽ ഒരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പോ ഫോർമേഷനോ അല്ലെങ്കിൽ ഒരു ഇൻറ്റൻഷനോടുകൂടിയുള്ള സംഭവമല്ല, അതങ്ങനെ സംഭവിക്കും തന്നെ. എല്ലാവരും ഒരുമിച്ചൊരു സ്ഥലത്തേക്ക് വന്ന് അങ്ങനെ സംഭവിക്കുന്നതായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇല്ല, അങ്ങനെ ഒരു ടെൻഷനേക്കാളും കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യുക നമ്മുടെ ഡ്രീമിന് വേണ്ടിയിട്ട് പോകാം. നമ്മൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ലെവലിൽ നമുക്ക് സിനിമനെ സ്നേഹിക്കുക, ഷൂട്ട് ചെയ്യുക, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്യുക. നമ്മളെ തന്നെ പുഷ് ചെയ്യുക, നമ്മളെ തന്നെ ഫൈൻഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മളെ പുഷ് ചെയ്യാമെന്ന് മാത്രം നമ്മൾ ചിന്തിക്കും. ഒരു റിസൾട്ടിന് വേണ്ടിയോ ഒരു ഇൻറ്റൻഷനോ വേണ്ടിയോ ഒന്നും അങ്ങനെ ഒരു വർക്കിംഗ് മേ ബി അൺകോൺഷ്യസ്ലി നടക്കുന്നുണ്ടാവുമെങ്കിലും കോൺഷ്യസ്ലി അതൊന്നും ഒരു ബാധകമല്ല. നമുക്ക് സന്തോഷം നൽകുന്ന, നമുക്ക് സാറ്റിസ്ഫാക്ടറി ആവുന്ന ഒരു ലെവലിൽ സിനിമയെ സ്നേഹിക്കുക, സിനിമ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റായിട്ട് ഞങ്ങളെല്ലാവരും കണ്ടിരുന്ന ഒരു പോയിന്റ് എന്ന് എനിക്ക് തോന്നുന്നു. അത് മൊത്തം ഹോൾ ഗ്രൂപ്പിൻ്റെ എനിക്ക് തോന്നുന്നു നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന ഞാനൊരു വെർച്വൽ ഗുരു പോലെ ഇതുവരെ കണ്ട് സംസാരിച്ചിട്ടൊന്നും ഇല്ലെങ്കിലും എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു ആളാണ്. പുള്ളിയുടെ ലെൻസിങ്ങും ലൈറ്റിങ്ങും എല്ലാം കൺസീവ് ചെയ്യുന്ന രീതി, ഒരു ഹാപ്പനിങ്, ശരിക്കും ഹാപ്പനിങ്ങിൽ വിശ്വസിക്കുന്ന ഒരു സിനിമാറ്റോഗ്രാഫറായിട്ട് ഫീൽ ചെയ്യാറുണ്ട് എപ്പോഴും. വളരെ ചെറിയ കാര്യങ്ങൾ, ചെറിയ മൊമെൻറ്റ്സ്, ഭയങ്കര കുറച്ച് സമയം നിൽക്കുന്ന കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്യുക, അതൊക്കെ ഭയങ്കര ഫാസിനേറ്റിംഗ് ആണ്. തുടക്കം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് എടുത്തിട്ടുണ്ടോ, ഒരു ഇൻസെറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഒരു ഒരു മോർണിംഗ് ലൈറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ആഫ്റ്റർ റെയിൻ എഫക്റ്റ് ആയിരിക്കാം, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. അപ്പോൾ അതൊക്കെ ഒരു ഫാസിനേഷൻ. അങ്ങനെ ഒരു ഗുരു എന്നുള്ള രീതിയിൽ സന്തോഷം സാർ. ഡയറക്ടറിൻ്റെ വിഷൻ എന്ന് പറയുന്നത് ബേസിക് സിമ്പിൾ ഐഡിയ, അതാണ് ഒരു സിനിമാറ്റോഗ്രാഫറിൻ്റെ ഫസ്റ്റ് ഫൗണ്ടേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ആക്ച്വലി ഫോളോ ചെയ്യുന്നത്, അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അത് എല്ലാ പോയിന്റിലും എല്ലാ ഇതിലും അതിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഫസ്റ്റ് തിങ്. പിന്നെ അതനുസരിച്ച് അപ്പോൾ തന്നെ സ്ക്രിപ്റ്റും എല്ലാം ബാലൻസ് ആയി പോയിക്കോളും.
പിന്നെ ഈ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഈ പർപ്പസ്ഫുൾ സംഭവമില്ല ഇതിന്. അതൊരു ഈ പറയുന്ന പോലെ ഒരു ഹാപ്പനിങ് ആണ്. കറക്റ്റ് ഒരു സിങ്ക്, കറക്റ്റ് ഒരു ഫ്ലോ. അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ നടന്നു പോയിക്കോളും. മൊത്തത്തിലൊരു എല്ലാം റൈറ്റ് പ്ലേസ് റൈറ്റ് ടൈമിൽ വന്ന് എല്ലാം നല്ല രീതിയിൽ നടന്നു പോയിക്കോളും. അങ്ങനെ ഈ പറയുന്ന പോലെ അങ്ങനെ ഒരു ഇൻറ്റൻഷനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും ചിന്തിക്കാറില്ല. ആക്ച്വലി നമ്മൾ സ്ക്രിപ്റ്റ് എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്, അതെങ്ങനെ ഷൂട്ട് ചെയ്യാം, ഇപ്പോൾ ഒരു പെർഫോമൻസ് ആണെങ്കിലും എന്താണ് ആക്ടിവിറ്റി, അതെങ്ങനെ ഷൂട്ട് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് ചിന്തിക്കുന്നത്. അല്ലാണ്ട് പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു തോട്ട് ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പം സ്ക്രിപ്റ്റിൽ തന്നെ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന കാര്യം ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അത് ഓട്ടോമാറ്റിക്കലി പുതിയതാവും തോന്നുന്നു, അറിയില്ല. മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക ആ സിമ്പിൾ ഐഡിയ തന്നെയാണ്. ബാക്കിയെല്ലാം വിട്ടിട്ട് എന്താണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് സ്റ്റിക്ക് ചെയ്തുകൊണ്ട് അത് കോറായിട്ട് വെച്ചിട്ട് എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് മാത്രം ചിന്തിക്കുന്നു. ഇനീഷ്യൽ സ്റ്റേജിൽ അതൊരു അൺകോൺഷ്യസ് സംഭവമായിട്ട് കിടപ്പുണ്ട്. പക്ഷേ വൺസ് സ്ക്രിപ്റ്റിംഗ് തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ നമ്മുടെ ഡ്രീംസിൽ പെടുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ഒരു സിനിമയുടെ ഭാഗം ആവണം എന്നൊക്കെ നമ്മുടെ ഡ്രീംസിൽ ഉള്ള കാര്യങ്ങളാണ്. അപ്പം അത് ഡ്രീമായിട്ട് അവിടെ കിടപ്പുണ്ട്. വൺസ് സിനിമ ഷൂട്ട് ചെയ്യുക അല്ലെങ്കിൽ സിനിമയുടെ പ്രോസസ്സിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി കംപ്ലീറ്റ് കാര്യങ്ങളും മറക്കും. നമ്മൾ വേറൊരു ലോകത്താണ്, ആ സ്ക്രിപ്റ്റിൻ്റെ ലോകത്താണ്. അതിൻ്റെ ക്യാമറ, അതിൻ്റെ ബേളം, അതിൻ്റെ ആ ഒരു ആക്ഷനിലായിരിക്കും കംപ്ലീറ്റ്ലി. അപ്പം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും റിസൾട്ടിന് വേണ്ടിയുള്ള ഒരു സംഭവം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമൊന്നും ഇല്ലാതെ അത് വേറൊരു ട്രാൻസിൽ വർക്ക് ചെയ്യുക എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അങ്ങനെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കഷനോ അല്ലെങ്കിൽ തോട്ടോ ഒന്നുമില്ല. അത് ആ ട്രാൻസ് എൻജോയ് ചെയ്യലാണ് കോർ സംഭവം. ഇത് ആക്ച്വലി ഇതിൻ്റെ ഒരു ബോണസ് ആണ്. ഇത് ആ ട്രാൻസ് എൻജോയ് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ സാറ്റിസ്ഫൈഡാണ്. അപ്പോൾ അതിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോൾ ഇങ്ങനെ അതിന് അക്സെപ്റ്റൻസ് കൂടി വരുമ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം. ഇരട്ടി ബോണസ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ലോട്ടറി അടിച്ച പോലെ.